നമസ്കാരം. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും CAA എതിർക്കുന്നത് പ്രീണന രാഷ്ട്രീയം മൂലമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. അയൽ രാജ്യങ്ങളിൽ മതത്തിൻ്റെ പേരിൽ പീഡനമേറ്റുവാങ്ങുന്ന ന്യൂനപക്ഷങ്ങൾക്ക് നമ്മളല്ലാതെ ആരാണ് പൗരത്വം നൽകേണ്ടതെന്ന് പ്രധാനമന്ത്രി ചോദിക്കുകയാണ്. ഉത്തർപ്രദേശിലെ പിലിഭത്തിൽ കേന്ദ്രമന്ത്രി ജിതിൻ പ്രസാദയുടെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് മോദിയുടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാകുകയാണ്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ച് ഭഗവാൻ രാമനെ അപമാനിച്ചവരാണ് ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെന്ന് കൂടി പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രീണന രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് മുങ്ങിപ്പോയിരിക്കുന്നു. അതിൽ നിന്ന് ഇനി അവർക്ക് പുറത്തു വരാനാകില്ല. മുസ്ലിം ലീഗ് അജണ്ടയാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ കാണുന്നത് എന്നും സ്വന്തമായി ഒന്നും പറയാനില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം മാറിയിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറയുന്നു. രാജ്യത്തെ ജനങ്ങളാണ് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിച്ചത്. ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ ക്ഷേത്ര നിർമ്മാണത്തിനെതിരെ എപ്പോഴും വിദ്വേഷമാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത് എന്നും എന്തെങ്കിലും ചെയ്യാനുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കോടതിയിലാകാമായിരുന്നില്ലേ, അതും ചെയ്തില്ല. സംഘാടകർ നിങ്ങളെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ആദരവോടുകൂടി ക്ഷണിച്ചിട്ടും നിങ്ങളത് നിരസിച്ചു. നിങ്ങൾ ഭഗവാൻ രാമനെ അപമാനിച്ചു. നിങ്ങളുടെ അനുവാദമില്ലാതെ പങ്കെടുത്ത പ്രവർത്തകരെ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് 6 വർഷത്തേക്ക് പുറത്താക്കുന്നു. നിങ്ങൾ ചെയ്ത തെറ്റ് ജനങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന് തന്നെയാണ് മോദി പറയുന്നത്. രാജ്യം ഇപ്പോൾ ഒരു വലിയ പുതുവർഷ ആഘോഷിക്കുകയാണ്. ചൈത്ര നവരാത്രിക്ക് തുടക്കം കുറിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. എല്ലാവരും ശക്തി ആരാധനയിൽ മുഴുകുന്ന കാലവും പിലിഭിത്തിലെയും മഹാറാലിയിലും ശക്തിയുടെ പ്രകടനം നടക്കുന്നുണ്ട് എന്നും ഫിർ ഏക് ബാർ ഫിർ മോദി എന്നുള്ള സർക്കാർ വരേണ്ടതുണ്ട് എന്നും അത് എവിടെയും മുഴങ്ങിക്കേൾക്കുന്നതാണെന്നുമൊക്കെ കൃത്യമായിട്ടുള്ള അജണ്ടയോടുകൂടി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വെക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെയും രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുക, ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി വോട്ട് നേടുവാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് എന്ന് തുറന്നു പറച്ചിലുകളാണ്. രാഷ്ട്രീയത്തിൽ പലപ്പോഴും അത്തരത്തിലുള്ള സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിൽ കൂടിയും എന്തുകൊണ്ടാണ് ഈ മതമേലധ്യക്ഷന്മാരോടൊപ്പം പ്രീണന മനോഭാവത്തോടുകൂടി കോൺഗ്രസ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇനി അയൽ രാജ്യങ്ങളിൽ നിന്ന് മതത്തിൻ്റെ പേരിൽ പുറത്താക്കപ്പെടുന്നവർ അല്ലെങ്കിൽ പീഡനമേറ്റ് വാങ്ങുന്ന ന്യൂനപക്ഷങ്ങൾക്ക് നമ്മളല്ലാതെ ആരാണ് പൗരത്വം നൽകാൻ കഴിയുക എന്ന് ചോദിച്ചിരിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. ആ ചോദ്യത്തിൽ പൗരത്വ ഭേദഗതിയിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് ചിന്തിച്ചു നോക്കേണ്ടതല്ലേ. പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുന്നത് എന്തിനാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും അടക്കമുള്ളവർ എന്ന് ചിന്തിക്കേണ്ടതല്ലേ. ഭാരതത്തിലെ മുസ്ലിങ്ങൾ, ഭാരതീയരായിട്ടുള്ള മുസ്ലിങ്ങൾ ഒരിക്കലും ഇന്ത്യക്ക് പുറത്തു പോകില്ല എന്നുള്ള ഉറപ്പ് വളരെ കൃത്യമായിട്ട് നൽകിയിട്ടുള്ള നരേന്ദ്രമോദിയോട് അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ എതിർക്കുന്നതിനുള്ള ശ്രമം, രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പുണ്ടാക്കുന്നതിനുള്ള ശ്രമം നടത്തി ഭയപ്പാടുണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ ഭയപ്പെടുത്തി വോട്ട് നേടാൻ ശ്രമിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? ഇങ്ങനെ കോൺഗ്രസും സമാജ്വാദി പാർട്ടി നടത്തുന്ന പ്രീണന രാഷ്ട്രീയം എത്ര നാൾ തുടർന്നു കൊണ്ടുപോകാൻ കഴിയും? കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന ഈ പ്രീണന രാഷ്ട്രീയത്തിൽ മുങ്ങിപ്പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ്. CAA അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു നിലപാട് പറയാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമായി ഈ രാഷ്ട്രീയ പാർട്ടി തരംതാണു പോയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു. ഇവിടെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ സ്വീകരിച്ച കോൺഗ്രസിൻ്റെ നയമെന്ന് പറയപ്പെടുന്ന ശ്രീരാമ ദേവനെ അല്ലെങ്കിൽ രാമക്ഷേത്ര നിർമ്മാണം നടക്കുമ്പോൾ രാമക്ഷേത്രത്തിലേക്കുള്ള പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഇവരെ ക്ഷണിക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതെ മാറുന്നത് രാമനിന്ദയാണ് എന്ന് പറയപ്പെടേണ്ടി വരുന്ന സാഹചര്യമാണ്. ജനങ്ങളത് തിരിച്ചറിയുന്നു എന്നുകൂടി മനസ്സിലാക്കുക എന്നാണ് ഉത്തർപ്രദേശിൽ അദ്ദേഹം പറയുന്നത്. വടക്കേ ഇന്ത്യയിൽ വോട്ട് നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന കോൺഗ്രസിന് പക്ഷേ BJPയുടെ നേതാവായിട്ടുള്ള നരേന്ദ്രമോദിയിൽ നിന്ന് വരുന്ന ഈ തരത്തിലുള്ള വാദഗതികൾ, രാമനിന്ദ നടത്തിയവരാണ് കോൺഗ്രസ്സുകാർ, സമാജ്വാദി പാർട്ടിക്കാർ എന്നുള്ളത് അവിടുത്തെ ഹിന്ദുക്കളിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ വികാരം എന്ന് പറയപ്പെടുന്നത് ഉണർത്തുക തന്നെ ചെയ്യും. അത് കോൺഗ്രസിനും സമാജ്വാദിക്കും തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ വളരെ വലിയ പ്രതീക്ഷയിൽ ഏക് ബാർ ഫിർ മോദി സർക്കാർ എന്നുള്ള വാചകം ഉയർന്നു കേൾക്കുകയാണ് രാജ്യമെങ്ങുമെന്ന് തന്നെയാണ് പറയേണ്ടത്. ഒരിക്കൽ കൂടി, ഒരു വട്ടം കൂടി നരേന്ദ്രമോദി സർക്കാർ വരിക തന്നെ ചെയ്യും. രാജ്യത്തിൻ്റെ ജനങ്ങളുടെ അഭിലാഷമാണ് അത് എന്നും രാജ്യ പുരോഗതിക്കും വികസനത്തിനും ഒരു വോട്ട് എന്നുള്ളതാണ് BJPയുടെ വാക്യമെന്നും അത് ആ ആപ്തവാക്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ജനങ്ങൾ വോട്ട് നൽകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നരേന്ദ്രമോദി. ഒരിക്കൽ കൂടി നരേന്ദ്രമോദി കേന്ദ്രം ഭരിക്കുക തന്നെ ചെയ്യും.